ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇൻസ്പയർ മേക്ക് ഓവറാണ്. നമ്മുടെ എതുക്കും തുനിതവൻ എന്ന തമിഴ് മൂവിത്തെ, ഞാൻ പറയുന്ന പേര് കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. അതായത് സൂര്യയും പ്രിയങ്ക മോഹനും കൂടി അഭിനയിച്ച നമ്മുടെ പ്രിയങ്ക മോഹൻ ആദിനി എന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു ലുക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ലുക്ക് മാത്രം കേട്ടോ, മേക്കപ്പ് ഒരു ലുക്ക്, മൊത്തത്തിലൊരു ലുക്ക്. കോസ്റ്റ്യൂമൊന്നും സൂട്ടായിട്ടുള്ളതൊന്നല്ല, ജസ്റ്റ് ഒരു മേക്ക് ഓവർ മാത്രം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടാൽ തന്നെ അറിയാം, സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മുടെ ആദിനി എന്നൊരു ക്യാരക്ടറിന്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ്, അതിൽ ഐഷാഡോ ഒന്നും കാര്യമായിട്ടൊന്നും ഇടുന്നില്ല. എന്നിരുന്നാലും നമ്മൾ എൻ്റെ കണ്ണിൻ്റെ വയലിൽ കുറച്ച് ഡാർക്കാണ്, അതൊന്ന് ഡിമ്മാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഐഷാഡോ പാലറ്റിൽ നിന്ന് ചെറിയൊരു സ്കിൻ കളർ എടുത്തിട്ട് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാജൽ ഇടുന്നുണ്ട്, വാട്ടർ ലൈനിൽ ഒന്ന് അത്യാവശ്യം നമ്മളൊരു മീഡിയം സൈസിൽ നമ്മളൊന്ന് കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐലൈനർ വെച്ചിട്ട് നമ്മളൊരു എല്ലാം മീഡിയം സൈസിലാണ് നമ്മൾ ഐലൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും രണ്ട് കണ്ണിൽ ഞാൻ ഇട്ട് സെറ്റായി കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പ് ലൈൻ. അത് ആ മേക്കപ്പിൽ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടാണ് ലിപ്പുള്ളത്, ബ്രൈറ്റായിട്ട് കളേഴ്സൊന്നും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ള ഷെയ്ഡ് വെച്ചിട്ട് ലിപ്പ് ലൈൻ ഞാൻ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് കളർ ഒരു പൊട്ടാണ് നമ്മൾ വെക്കുന്നത്. അതിലും ബ്ലാക്ക് കളറായിട്ടാണ് ഒരു പൊട്ട് വെച്ചിരിക്കുന്നത്, ഒരു മീഡിയം സൈസിൽ. അതേ സെയിം സൈസിലുള്ള ഒരു പൊട്ട് ഞാൻ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഏകദേശം ഫുള്ളായിട്ട് തീർന്നു. പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹെയർ സ്റ്റൈല് അതിൽ കണ്ട പോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു സൈഡിൽ നിന്ന് മുടിയൊക്കെ ഒന്ന് എടുത്ത്, ഫ്രണ്ടിൽ നിന്നുള്ള മുടിയൊക്കെ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും എടുത്തൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുടിയൊക്കെ അവിടെ ആയിട്ടൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട്. എൻ്റെ കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ മുടി ഉള്ളില്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബേബി ഹെയർസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് തള്ളി ഫ്രണ്ടിലേക്ക് ഇടാം, കുറച്ച് നെറ്റി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നെറ്റി വലുതാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഇയറിങ്സ് അല്ല, നെക്ക് പീസ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഒരു നെക്ക് പീസ് അതിന് മാച്ചായിട്ട് സുമാറ് മാച്ചുള്ളത് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ കമ്മൽ ഇടുന്നുണ്ട്. ആ ഫോട്ടോയിൽ ഈ കമ്മൽ എന്താണെന്ന് ക്ലിയറായി കാണുന്നില്ല, അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലൊരു കമ്മൽ എടുത്തിടുന്നുണ്ട്. ഫൈനൽ വന്നിട്ട് നമ്മുടെ ഷോളിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യാണ്. ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.